വന്ദനം. നമ്മൾ മലയാളികളെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചു കയറ്റിയ ശ്രീ പി.എൻ. മണിക്കരുടെ ചരമദിനമായ ജൂൺ 19 അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി നാം വായനാ ദിനമായി തിരഞ്ഞെടുത്തു. കേരളത്തിൽ ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ച കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ ദിനമായി ആചരിക്കുന്നു. കേരള ഗ്രന്ഥശാലാ സംഘത്തിന്റെയും ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്നു ശ്രീ പി.എൻ. മണിക്കർ. വായന മനുഷ്യന്റെ മാനസിക വളർച്ചയ്ക്ക് അനിവാര്യമാണ്. ഒരു നല്ല പുസ്തകം ഒരു മികച്ച തൊഴിലിന് തുല്യമാണ് എന്നല്ല പറയപ്പെടുന്നത്. ലോകം എത്ര മാറിയാലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല. കാലത്തിനനുസരിച്ച് വായനയുടെ രീതിയിൽ മാറ്റങ്ങൾ വന്നേക്കാം. ശരീരത്തിന് വ്യായാമം എങ്ങനെയോ അതുപോലെയാണ് വായന മനസ്സിന് എന്നാണ് റിച്ചാർഡ് സ്റ്റീൽ പറയുന്നത്. ചെറുപ്പം മുതലേ വായനാശീലം വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. കയ്യിലും വായിക്കാനുള്ള മനസ്സ് ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. 1995 ജൂൺ 19 പണിക്കർ ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തോടുള്ള ആദ്യ സൂചകമായി 1996 മുതൽ ജൂൺ 19 വായനാ ദിനമായി ആഘോഷിച്ചു വരുന്നു. ശ്രീ പി.എൻ. മണിക്കരുടെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായാണ് സംസ്ഥാനത്തെ ആയിരക്കണക്കിന് ലൈബ്രറികളെ ഗ്രന്ഥശാല സംഘത്തിന്റെ ഭാഗമാക്കാൻ സാധിച്ചത്. 1926 എന്ന വായനശാല സ്ഥാപിച്ചുകൊണ്ട് പണിക്കർ പ്രവർത്തനം തുടങ്ങി. വായനാ ദിനം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിൽ വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളരും. വായിച്ചാൽ അറിവും ബുദ്ധിശക്തിയും ചിന്താശേഷിയും ഉണ്ടാകും. വായിക്കാതെ വളർന്നാൽ ശരീരം മാത്രമേ വളരുകയുള്ളൂ. മൊബൈലും ടിവിയും കമ്പ്യൂട്ടറും ഒക്കെയുള്ള ഈ കാലഘട്ടത്തിൽ വായനയുടെ മഹത്വം കുറയുകയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നിരുന്നാലും വായിച്ചിരിക്കുന്ന അറിവ് ഒന്ന് വേറെ തന്നെ. അതൊരിക്കലും നശിക്കുകയുമില്ല. എല്ലാ ദിവസവും വായനയ്ക്കായി 1 മണിക്കൂർ മാറ്റിവെക്കൂ. ആ നിങ്ങളെ അറിവിന്റെ കേന്ദ്രമാക്കി ഏതാനും നാളുകളിൽ തന്നെ പരിണമിപ്പിക്കുമെന്നാണ് APJ അബ്ദുൽ കലാം നമ്മോട് പറഞ്ഞു തന്നിരിക്കുന്നത്. ഓരോ ദിവസം കൂടുന്തോറും വായനയുടെ മഹത്വം കുറഞ്ഞു വരികയാണ്. പുതുതലമുറയ്ക്ക് വായനയ്ക്കാൻ സമയം കുറവാണ്. ഓൺലൈൻ ഗെയിമുകളോടും സിനിമകളോടും താല്പര്യമുള്ളവർക്ക് വായിക്കാൻ സമയം കുറവാണ്. പുതുതലമുറ വായനയെ ഡിജിറ്റൽ രൂപത്തിലാക്കിയപ്പോൾ ലൈബ്രറികളുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. നമ്മൾ വായിക്കാൻ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിന് നമ്മെ നന്നാക്കാനും ചീത്തയാക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. വായന കൊണ്ട് ബുദ്ധിശക്തിയും ചിന്താശേഷിയും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. എല്ലാവർക്കും വായനയുടെ മൂല്യം മനസ്സിലാക്കി കൊടുക്കുന്നതിന് 2017 ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ വായനാദിനം ഇന്ത്യയിലെ ദേശീയ വായനാദിനമായി പ്രഖ്യാപിച്ചു. വായനയുടെ മഹത്വം കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് വായിച്ചു തുടങ്ങാം, വായിച്ചു വളരാം. വായനയുടെ മഹത്വം വിളിച്ചോളുന്ന ഒരു കവിതയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അക്ഷരവിതേങ്കണം അറിവിന്റെ തേങ്കണം അവിടുന്നു നമ്മൾ നുകർന്നേണം. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നേണം. പുസ്തക ചങ്ങാതി കൂടെയുണ്ടാകണം പുലരും മുതൽ നിദ്ര കഴുകും വരെ. പുസ്തക ചങ്ങാതി അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരൊലിക്കൊരു കുളിർച്ചൂളയായെഴുതിയിടണം. അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരൊലിക്കൊരു കുളിർച്ചൂളയായെഴുതിയിടണം. വായിക്കണം നമ്മൾ വായിക്കണം.